ഗെയിമൊക്കെ കളിച്ചിരിക്കുക. അല്ലല്ലോ, ഞാൻ പത്രം വായിക്കുകയാണ്. പത്രം ഇപ്പോൾ വീട്ടിലിപ്പോൾ ന്യൂസ് പേപ്പർ ഒന്നും ഇടില്ല? ന്യൂസ് പേപ്പർ പത്രം ഇടല് നിർത്തിയിടോ, മൂത്ത മോനല്ലേ ഇടല്ലേ സംസു. പൈസ കൊടുക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ? അതുമല്ല, പേപ്പർ ഇട്ടേം വായിക്കും. പേപ്പർ രാവിലെ കൊണ്ടിട്ട് വടിവൊത്ത് ഇസ്തിരിട്ട മാതിരത്തെ പേപ്പർ വൈകുന്നേരം ആകുമ്പോൾ അതേമാതിരി തന്നെ കൊണ്ടുപോയി അട്ടിക്ക് വയ്ക്കുക. കാരണം ഇതാരും തുറന്നു നോക്കലില്ല, ആരും പത്രം വായിക്കുന്നില്ല. പത്രം വായിക്കില്ല. ഇനിയിപ്പോൾ പത്രം തുറന്നാൽ തന്നെ എന്താണ്, കംപ്ലീറ്റ് ടി വിൻ്റെ പരസ്യം, മൊബൈലിൻ്റെ പരസ്യം, ഒരു 10-15 പേജിൽ അതാണ് അവിടെ ഇവിടെ. ലാസ്റ്റ് ഉണ്ടാവും ചെറിയ ഒരു കോളത്തിൽ പ്രധാന ന്യൂസ് എന്ന് പറഞ്ഞ ന്യൂസ്. പിന്നെ അതിനെക്കാട്ടും നല്ല വേലില്ലാത്ത തന്നെയാണ് നല്ലത്. പിന്നെ മൊബൈൽ ഇതിലുണ്ടല്ലോ, എല്ലാം ഇതിലുണ്ട്. കുറച്ച് വലുതാക്കണം എന്നുള്ളൂ, നമുക്കങ്ങനെ പിടിക്കൂല. അല്ലെങ്കിൽ എല്ലാം ഇതിലായിപ്പോലും. എന്താപ്പോ അവസ്ഥ വല്ലാത്തൊരു ഇത് കാരണം നല്ലതുമാണ് ദോഷമാണ് പേപ്പർ. കൊലകളെന്ന് പറഞ്ഞാൽ കുണ്ടന്മാരൊക്കെ എന്ന് പറഞ്ഞിങ്ങാണ്ട് മറ്റേ പുള്ളിങ്കെട്ട് വണ്ടിമാരത്തെ മുടിയും വെച്ചിങ്ങാണ്ട് വണ്ടിയിൽ ഇങ്ങനെ ഹെൽമെറ്റ് ഉണ്ടോ ഇല്ലയെന്നൊന്നുമല്ല പറത്തിച്ച് വിടുക. പണ്ടൊക്കെ ഞമ്മക്ക് സ്റ്റാമ്പ് കിട്ടുക പോസ്റ്റ് ഓഫീസിൽ നിന്നാണ്. ഇപ്പൊ ചെക്കന്മാരെ കയ്യുമ്പോഴാ സ്റ്റാമ്പ്. അത് മറ്റേ സ്റ്റാമ്പാ. ഏത്? നാമലൊട്ടിക്കുന്ന സ്റ്റാമ്പ്. ആ സ്റ്റാമ്പാ. അതന്നെയാണ് ചെക്കന്മാർ. ഇന്നാളുണ്ട് ഞാൻ ആ കോളേജിൻ്റെ അതിലേ പോകുമ്പോൾ അവിടെ 2 സ്റ്റാമ്പുണ്ട് എനിക്ക് കൊണ്ടാ. ഓൻ ചോദിക്കണം, ഓൻ പറഞ്ഞു ആകെ 2 സ്റ്റാമ്പുള്ളൂ, അത് എനിക്ക് രാത്രിക്കും വേണോ രാവിലേക്കും. ഞാനും വിചാരിച്ചു ഇത് എന്തിനാ രാത്രി. അപ്പം മറ്റേ ലഹരി സ്റ്റാമ്പാ അല്ലേ? അതൊരു തരം സ്റ്റാമ്പാ. അണ്ണാക്കിൽ ഒട്ടിക്കലും അതിന്റെ അടുക്ക് ഒട്ടിക്കലും എന്നൊക്കെ പറഞ്ഞു കേൾക്കണേ. സംഭവം പണ്ട് കഞ്ചാവിന്റെ പ്രശ്നമുള്ളേ ഉള്ളൂ. കഞ്ചാവ് പിന്നെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ തിരക്കാൻ പറ്റൂല. ഒന്നുമില്ല. ഇപ്പം വേറെ സംഭവമുണ്ട്. ചില ആൾക്കാർ ഭയങ്കര ഈസിയിൽ തിരക്കുണ്ട് കഞ്ചാവ്. അത് നോക്കും. എന്താ അത് ഹെൻസ് പറഞ്ഞിട്ടുള്ളതാണ്. ഹെൻസ് എന്ന് പറഞ്ഞാൽ ചുണ്ടിന്റെ ഇടയ്ക്ക് വെക്കണ. ശരി, സൈഡിൽ വെക്കുക. എവിടെയൊക്കെ വലിക്കണ ഇവിടെ വെക്കണത് അവസാനം ഇതൊക്കെ വെച്ച് കഴിഞ്ഞ് മൂക്കിലൊരു സാധനം കൂടി വെക്കേണ്ടി വരും അവസാനം അല്ലേ? പഞ്ഞായിരിക്കും. ഈറ്റിങ്ങളെ പോക്ക് എന്ത് പോക്കാണ്ടോ. എന്നാൽ ഈ ഒരു ഇത് കണ്ടോ, ഞാൻ പേപ്പർ വായിച്ചപ്പോൾ ഒരു പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കല്യാണം നിശ്ചയിച്ച് ഏതോ ഒരു ദിവസം ആക്കി. നോക്കുമ്പോൾ പെണ്ണിന് 18 വയസ്സായില്ല. 18 വയസ്സായില്ലെങ്കിൽ പ്രശ്നമാണ്. അവിടെ നാട്ടുകാർ പ്രശ്നമാക്കി. മാത്രമല്ല പോലീസ് അവരെ ഡിപ്പാർട്ട്മെന്റിൽ ആള് വന്നിട്ട് പറഞ്ഞ് 2 കൊല്ലം കൂടി കഴിഞ്ഞ് 2 or 3 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങളെ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് കല്യാണം ഒഴിവാക്കി. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ട് കല്യാണം നടത്തിക്കോട്ടെ. കല്യാണം ഉറപ്പിച്ചിടുന്നുണ്ട്. അങ്ങനെ ആക്കി കഴിഞ്ഞ ശേഷം എന്തായി, കല്യാണം മാറ്റി വെച്ച് ചെക്കൻ രാത്രി പോയിട്ട് പെണ്ണിൻ്റെ അച്ഛനെ തലയ്ക്ക് അടിച്ചിങ്ങാണ്ട് എന്തൊക്കെയോ കാട്ടിക്കൂടി പെണ്ണിൻ്റെ കൗത്ത് ആർത്തിട്ട് ഓൻ കൊണ്ടുപോയി കളഞ്ഞു. എന്നിട്ട് ഓൻ എന്താ ചെയ്ത്, എന്നിട്ട് കാട്ടിൽ പോയിട്ട് തൂങ്ങി മരിക്കുകയും ചെയ്തു. ഓൻ ആത്മഹത്യ ചെയ്ത് പെണ്ണിൻ്റെ തല കിട്ടാണ്ട്, തല ഇല്ലാണ്ട് നടക്കാണ്ട് പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ പിടി കിട്ടിയില്ല. അങ്ങനത്തെ കാലമാണ് ഇപ്പോൾ. സത്യം പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ ഈ 5ാം ക്ലാസ് തൊട്ട് സ്കൂളിൽ പല വിഷയങ്ങളും പഠിപ്പിക്കുന്നുണ്ടല്ലോ. 5ാം ക്ലാസ് തൊട്ടിട്ട് ശരിക്കും മറ്റേ ഇത് പഠിക്കണം. എന്താണ് മറ്റേ കൗൺസിലിംഗ് നിർബന്ധമാക്കി പഠിപ്പിക്കണല്ലോ 5ാം ക്ലാസ്സിൽ. കാരണം വെച്ചാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും സ്വഭാവത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാലാണ് കൗൺസിലിങ്ങിൽ ഡോക്ടറെ അടുത്ത് പോകുന്നത് അല്ലേ? അങ്ങനെയല്ല വേണ്ട. ഇപ്പം മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എന്നൊക്കെ പറയുന്ന ഓരോ പീരീഡ് മാഷുമാർ എടുക്കുന്നതിന് പകരം കൗൺസിലിങ്ങിന് ഒരു പീരീഡ് വേണം. 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ്സോ 11ാം ക്ലാസ്സോ തൊട്ട് വേണം. എന്നാൽ പിന്നെ ഇത്രയും ദുരിതങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാവില്ല. സർക്കാർ എന്ത് ചിന്തിക്കാൻ? സർക്കാർ ഓരോ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓരെന്താ ചെയ്യുക? സലാണ്ട് കേട്ടോ, ഇനി നമുക്ക് നമ്മളെ വോട്ട് പെട്ടിയില്ലായി 5 കൊല്ലത്തിൽ. ഒരു കുട്ടികളെന്താ സ്ഥിതി? അങ്ങനെ വടപ്പിച്ച് വിടൂ. സ്കൂൾ രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വെറുതെ മൂർച്ച കൂട്ടിയിട്ട് കയറും. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ ഒരു വിജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ബാക്കോട്ട് തിരിഞ്ഞു നോക്കളൊന്നുമില്ല. ഈ രാഷ്ട്രീയക്കാരുടെ സ്ഥിതി എന്താണ് എനിക്കറിയില്ല. മോന്തായം വളഞ്ഞാൽ 64 വളഞ്ഞെന്നാ. ഇതാണ്ടാ നമ്മുടെ പോക്കർക്ക. മൂപ്പര് വരുന്നുണ്ട്, പലതും പറയുന്നുണ്ട്, കണ്ടതും കേട്ടതും വിളമ്പുന്നുണ്ട്. ഇതാണ്ടാ നമ്മുടെ പോക്കർക്ക. പോക്കർക്കാന്റെ പൊല്ലാപ്പ് സീസൺ 3. ഈ പരിപാടിയില്ലേ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മെൽത്താൻ സ്പൈസസ് വീട്ടിലെത്തും. ഒരു കുടിൽ വ്യവസായ സംരംഭം. വാട്സപ്പിൽ ഓർഡർ ചെയ്യൂ 9188685700.